കുറെ പേര് തെലുങ്കിൽ നിന്ന് കൊണ്ട് വന്നു. പക്ഷെ അല്ലു അർജുൻ പോലെ ആരും ആയില്ല. എനിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലു അർജുൻ കേരളത്തിലുണ്ട്. സ്റ്റാറാണ്. പക്ഷെ അല്ലു അർജുനാണ് ഏറ്റവും കൺസിസ്റ്റന്റ് സ്റ്റാർ. ഞാൻ നോക്കുമ്പോൾ എല്ലാ കാലത്തും ഒരു ഫാൻ ബേസ് ഉണ്ട്. കേരള ബോക്സ് ഓഫീസിൽ റെഗുലർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ സാർ ശരിക്കും എങ്ങനെ റിയലൈസ് ചെയ്യുക, ഏത് പോയിന്റിലാണ് റിയലൈസ് ചെയ്യണം അതായത് അല്ലു അർജുൻ കേരളത്തിൽ സ്റ്റാർ ആയുള്ളത്? ഞാന് അങ്ങനൊരു ഇതായിട്ട് പറയുന്നതല്ല. ഇപ്പൊ നമ്മളൊരു ഞാൻ ഇതിനു മുമ്പ് ആരോടും ഞാൻ പറഞ്ഞു അത്, അതായത് ഒരു വീടിനൊരു അസ്ഥിവാരം എടുത്തു, അല്ലെങ്കിൽ ഒരു 10 നില അല്ലെങ്കിൽ ഒരു 50 നില വീട് പണിയുന്നു, വീടല്ല ഒരു ബിൽഡിംഗ് പണിയുന്നു. അപ്പൊ അതിനൊരു അസ്ഥിവാരം ഉണ്ടാവും. അസ്ഥിവാരം ഇടുമ്പോൾ എന്താ, ഒരു 50 നില അല്ലെങ്കിൽ 101 നിലയുടെ അസ്ഥിവാരമാണ് ഇടുന്നത്. അപ്പൊ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സ്ട്രോങ് പില്ലർ ഇടും. നമ്മൾ കുറച്ച് അതിനുശേഷമാണ് മതിൽ കെട്ടുകയും വേർതിരിച്ചെടുക്കുകയും അതിൻ്റെ ഉയരം കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പില്ലർ സ്ട്രെങ്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇപ്പം അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അല്ലു അർജുൻ കേരളത്തിൽ ഇപ്പം ഈ തെലുങ്കിൽ ഹിറ്റാവുന്നതിന് മുൻപ് ഇവിടെ നല്ലൊരു ബാക്ക് ബോൺ കിട്ടി. നമ്മുടെ തന്നെ നട്ടെല്ലാണല്ലോ നമ്മുടെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ബാക്ക് ബോൺ നിവർന്ന് നിൽക്കാനും കൊഴിഞ്ഞ് തരാനും ഒക്കെ നമുക്ക് പറ്റുന്ന എന്താണ് ബാക്ക് ബോൺ ഉള്ളത്. അതുപോലെ ഒരു ബാക്ക് ബോൺ അല്ലു അർജുൻ കിട്ടി. മറ്റുള്ള നടന്മാർക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് പ്രഭാസിനാണെങ്കിലും രാംചരനാണെങ്കിലും കേരളത്തിൽ ഒരു സ്ഥായിയായ, ഇപ്പൊ പ്രഭാസിൻ രാംചരന്റെ പടം വന്നു നല്ല രീതിയിൽ, അതിനെ വേണ്ട തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ അതിന് ഇപ്പം ആരാണ് ഇപ്പം ഞാൻ ജിസ്മോൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു ബൂം ചെയ്ത് അദ്ദേഹം ഇന്ന ആളാണ്. ഇപ്പം സാറിനെ പരിചയപ്പെടുത്തുന്നതിന് ഞാനൊരു വ്യക്തമായിട്ട് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് കിട്ടും, തോന്നും അദ്ദേഹത്തോട്. ആ റെസ്പെക്ട് കൊടുക്കാൻ, പരിചയപ്പെടുത്താൻ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു രൂപത്തിലായിപ്പോയി അത് വന്നതിൻ്റെ പേരിലാണ്. അത് വരും. ഭാവിയിൽ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തേണ്ട അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരും. അല്ലു അർജുന് ഗോഡ് ഗ്രേസ്, അതൊരു നിമിത്തമായി ഞാൻ എന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. അല്ലു അർജുന് നമുക്കൊരു അസ്ഥിവാരം കൊടുക്കാൻ പറ്റിയ, അതുകൊണ്ട് പെട്ടെന്ന് ആരും തള്ളിക്കളയാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലു അർജുൻ കേരളത്തിലുണ്ട്. അതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ അല്ലുവിന്റെ കുറെ പേര് തെലുങ്കിൽ നിന്ന് കൊണ്ട് വന്നു. പക്ഷെ അല്ലു അർജുൻ പോലെ ആരും ആയില്ല. എനിക്ക് തോന്നുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം നമുക്കറിയാം ഒരു എന്റർടൈൻമെന്റ് പാക്കേജാണ്. ഒരു ഡബിംഗ് പടത്തിലെ തമാശ പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിക്കുക, പ്രത്യേകിച്ച് മലയാളികളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും ആ വഴക്കമുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഞാൻ അല്ലുവിനെ ഇപ്പൊ ഈ ആര്യ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അറിയാലോ ഇതിങ്ങനെ ഹിറ്റാകാൻ പോകുന്ന സിനിമയാണെന്നൊന്നും അറിയില്ല, വലിയ പ്രതീക്ഷയില്ലാതെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബ്രേക്ക് ടൈമിന് എനിക്ക് ടീ ബ്രേക്കിനെ മറ്റോ പാട്ട് സീൻ പറഞ്ഞാൽ കാണിക്കാന്ന് പറഞ്ഞ് പാട്ട് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള ഡാൻസ് ആണല്ലോ ഇദ്ദേഹത്തിന്റെ, ഒരു രക്ഷയില്ലാതെ. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലുവിന്റെ എല്ലാ സിനിമകളിലും അല്ലുവിന്റേതായ സ്റ്റെപ്പുകൾ വരാൻ തുടങ്ങി. പൊതുവെയുള്ള ഒരു സിനിമാ നടനാണോ ഈ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ഡാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം യുവാക്കളെ ഇത്രയേറെ അല്ലുവിലേക്ക് ആകർഷിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തമാശ, പിന്നെ ഈ പറഞ്ഞൊരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മാത്രമല്ല ഈ അല്ലുവിന്റെ ഓരോ സിനിമയും ഈ ആര്യ ഹിറ്റായപ്പം മുതൽ എല്ലാ സിനിമയ്ക്കും ഇവിടെ വരും അല്ലേ. കൊച്ചിയിൽ വരും, കൊച്ചിയിൽ വന്നിവിടെ പ്രസ് മീറ്റ് നടത്തും. അതിനു വേണ്ടി പുള്ളി സ്പെൻഡ് ചെയ്യുന്ന പൈസ ആയിക്കോട്ടെ, സമയമായിക്കോട്ടെ, മലയാള സിനിമ, മലയാള പ്രേക്ഷകർ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പുള്ളി ഭയങ്കരമായി. ഇപ്പൊ പുള്ളി ഈ നാഷണൽ അവാർഡ് കിട്ടി. അതിനേക്കാളും വലിയ അവാർഡ് അല്ലുവിന് അടുത്തറിയാവുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് മനസ്സിലാവും. അല്ലുവിന് നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും. ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും നമ്മുടെ ഇൻഡസ്ട്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ മലയാള സിനിമ. ആ മലയാള സിനിമ തന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം പറയുന്നത് പല ഇന്റർവ്യൂസിനെ കാരണം ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പുള്ളി പ്ലാൻഡ് ആയിരുന്നു, കറക്റ്റ് പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ പറയില്ല, ഇപ്പൊ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്, എന്തൊരു പ്രോഡക്റ്റും നമുക്ക് കേരളത്തിൽ എവിടെയും മാർക്കറ്റ് ചെയ്യാം. പക്ഷെ കറക്റ്റ് പഠനം കറക്റ്റ് ആയിരിക്കണം, ഇറക്കി വിടല് കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് സീസൺ ആയിരിക്കണം, പോകുന്ന റൂട്ട് കറക്റ്റ് ആയിരിക്കണം. അതെല്ലാം കറക്റ്റ് കൈകളിൽ വന്നു, കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് വലിയ റിസ്ക് വേണം. കാരണം നമുക്കറിയാം ഈ പോസ്റ്റർ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒട്ടിക്കുന്നല്ല. 6 ഷീറ്റ് പോസ്റ്ററാണ്, ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. കട്ടൗട്ട്സ് വെച്ചു, 6 ഷീറ്റ് പോസ്റ്റർ വന്നു, എല്ലാ തിയേറ്ററുകളിലും പ്രൊമോ ടീസർ
അങ്ങനെ ഒരു മലയാള സിനിമയെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇപ്പോഴും അല്ലൂന്ന് ആ സ്നേഹമുണ്ട്. പുതിയ കാലത്തിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് കൂടി ചെയ്യേണ്ടതുണ്ടല്ലോ.